വൈകുന്നേരത്തെ കുളി കഴിഞ്ഞിട്ട് കുറേ നേരമായി തലയിലെ കെട്ടഴിക്കാൻ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ വൈകിട്ടത്തെ ചായയുടെ എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് കോവയ്ക്ക ചേട്ടൻ ഏതോ പാലത്തിൻ്റെ മേളിൽ കൂടി പോയപ്പോൾ അതിൻ്റെ സൈഡിൽ വിൽക്കുന്നത് കണ്ടതാണ്. നല്ല വലിയ സൈസ് സാധനം കേട്ടോ. കുറച്ച് അഴുക്കുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നമുക്കത് അച്ചാറാക്കാം കേട്ടോ. ഈ ഇടിച്ച് കലക്കുന്നത് ഞാൻ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്, രാത്രിത്തേക്ക് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ജോക്കുട്ടൻ ഞാൻ ആ പാത്രം തുറന്നപ്പോൾ എന്തോ ഉള്ളതാണെന്ന് കരുതി ഓടി വന്നതാണ് കേട്ടോ. പക്ഷെ അത് വേപ്പിലയായിരുന്നു. ചിക്കൻ്റെ സവാളയൊക്കെ അവിടെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ അച്ചാറിനുള്ള നമ്മുടെ കോവയ്ക്കേക്ക് അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ള ചിക്കനായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് കൊട്ടിയിട്ടിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. അച്ചാറിനുള്ള കോവയ്ക്ക് ഞാൻ ഉപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു കൂട്ടം നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നു കേട്ടോ. മനുട്ടൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ദീപാവലിയുടെ ഗിഫ്റ്റാണ്. കുറച്ച് നട്ട്സും സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ തിന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. നല്ല ക്വാളിറ്റിയുള്ള 2 പാത്രങ്ങളാണ് ഗിഫ്റ്റ്